നമ്മൾ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. നടപടിക്രമം അനുസരിച്ച് ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന ഒരു തീരുമാനവും ഗവൺമെന്റ് എടുക്കില്ല. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനം വരുള്ളൂ. ധൃതി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല കാര്യത്തിൽ. കാരണം ഇതിനകത്ത് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന് സെക്യൂരിറ്റി ആസ്പെക്ട് ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറിയിക്കേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം നമുക്ക് എടുത്ത് ചെയ്യാം. ഇനി ഇവര് വലിയ ഡീലാണ് മറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണല്ലോ. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അറിയാമോ? ഇവര് ചെയ്ത പരിപാടി അറിയാമോ? 2019 ഇത് തീർക്കേണ്ടിയിരുന്നത്. കരാർ കൺസെഷൻ എഗ്രിമെന്റ് അനുസരിച്ച് തീർന്നില്ലെങ്കിൽ 2024 തീരുവുള്ളൂ. ഇവര് കൺസെഷൻ എഗ്രിമെന്റിൽ അമെന്റ്മെന്റ് വരുത്തി. ആര്? പിണറായി സർക്കാർ 5 വർഷം കൂടി നീട്ടിക്കൊടുത്തു. 5 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ 40 വർഷം ഇത് നടപ്പാക്കാനുള്ള അവകാശം 45 വർഷമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 40 എന്നുള്ളത് 45ആയി. ഈ കൺസെഷൻ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവര് വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്. കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തു. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നു? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെന്റിന് നഷ്ടപരിഹാരം, ഈ പീനലായിട്ട് ഈ വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം ഇൻറ്റു 12 ലക്ഷം ഒന്ന് കൂട്ടിയ കാൽക്കുലേറ്ററിൽ 219 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയതാണ്. 219 കോടി രൂപ അത് കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം കോവിഡ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല, പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറഞ്ഞേ, അല്ല ഇവര് ചോദിച്ചാൽ ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്. 5 വർഷത്തേക്ക് ന്യായീകരിക്കല്ലേ? 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു. 150 കോടി ആക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിന്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം. 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ല. അതും അവർ തന്നില്ല. അതും ആൾക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അല്ല, ആരാണ് ഡീല്? ഇവരെ ഡീലിനെ കുറിച്ച് പറയണേ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? അല്ല, ഇതിനൊക്കെ മറുപടി പറയണമല്ലോ.